മഴക്കാലത്ത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒന്നല്ല, അതിതീവ്ര മഴ കാരണം ഡാമുകൾ തുറക്കാൻ പോവാണ്, ഷട്ടറുകൾ ഉയർത്താൻ പോവുകയാണെന്നൊക്കെ. സത്യത്തിൽ എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രോസസ്സ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. സത്യത്തിൽ ഈ ഡാം എന്ന് വെച്ചാൽ എന്താ, ഒരു നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ നമ്മൾ തടഞ്ഞു നിർത്തി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് ഡാം. അതുകൊണ്ട് തന്നെ ഓരോ ഡാമിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന വെള്ളത്തിന് ഒരു ശേഷിയുണ്ട് അല്ലെങ്കിൽ ഒരു അളവുണ്ട്. ആ അളവിന് കൂടുതലായി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രഷർ ആ കൺസ്ട്രക്ഷന് താങ്ങാൻ പറ്റില്ല. എങ്ങനെയാണ് വെള്ളത്തിൻ്റെ അളവ് കൂടുന്നത്? ശക്തമായ മഴ പെയ്യുമ്പം, അതുപോലെ തന്നെ കാച്ച്മെൻറ്റ് ഏരിയ, നദിയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമ്പോൾ നീരൊഴുക്ക് കൂടും. ഇങ്ങനെയൊക്കെ കൂടുമ്പം ഡാമിലേക്ക് എത്തുന്ന വെള്ളത്തിൻ്റെ തോത് കൂടും. അങ്ങനെ കൂടുമ്പം ആ വെള്ളം വാൾസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും കൂടും. ഈ സമയത്ത് ഡാമിൽ നിന്ന് വെള്ളം പുറത്തോട്ട് ഒഴുക്കി വിടുന്ന പ്രക്രിയയാണ് സത്യത്തിൽ ഷട്ടർ ഉയർത്തുക അല്ലെങ്കിൽ ഷട്ടർ തുറക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ഈ കാര്യം ഇപ്പോൾ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിലവിലെ അളവ്, വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 115 മുതൽ 117 അടിയാണ്. അതാണ് സുരക്ഷിത മടി എന്ന് വിശ്വസിക്കുന്നത്. പക്ഷേ വിജയ് സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ അത് 157 മാറ്റും അല്ലെങ്കിൽ ഉയർത്തുമെന്നൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡാമിൻ്റെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇത് തമിഴ്നാടിനെ സംബന്ധിച്ചൊരു ജനപ്രിയമായിട്ടുള്ളൊരു തീരുമാനമാണെങ്കിൽ കൂടി കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ വെച്ചുള്ളൊരു പന്താട്ടമാണെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു.